ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊന്ന് ചെറിയൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ ഇത് വൈതലങ്ങ ആർക്കും ഇഷ്ടമില്ലാത്തൊരു പെട്ടൊരു വെജിറ്റബിൾ ആണ്. പേഴ്സണലി ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ നമുക്കിതൊന്ന് ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കി മാറ്റിയെടുത്താലോ. അപ്പോൾ നമ്മളിത് കഴുകി വൃത്തിയാക്കി വൃത്താകൃതിയിൽ നമ്മൾ അരിഞ്ഞു. ഇനി അതിലേക്കുള്ള മസാല കൂട്ടാം. മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, വെളുത്തുള്ളി, ഇഞ്ചി ചെറിയൊരു പോർഷന് ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ നന്നായി മിക്സ് ചെയ്ത് ഇനി നമുക്ക് അതിലേക്ക് വൈതലങ്ങ നമ്മൾ റൗണ്ടിൽ എരിഞ്ഞ് വെച്ച വൈതലങ്ങ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോന്നായി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ല അടിപൊളിയായി മസാലയൊക്കെ പുരട്ടി. അപ്പോൾ ഞാൻ ആദ്യം കുറച്ചിട്ടു, പിന്നീട് ഞാൻ കുറച്ചിട്ടു, അങ്ങനെ കുറച്ച് ഞാൻ മസാല കൂട്ടിയത്. കാരണം ഫിഷും ചിക്കനും ചെയ്യുമ്പോൾ ഇത് അങ്ങനെ ചെയ്യാൻ പറ്റണില്ല. ഇനി വൈതലങ്ങ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പാൻ ചൂടായ ശേഷം അതിലേക്ക് കോക്കനട്ട് ഓയിലോ ബട്ടറോ എന്തും ആഡ് ചെയ്യാം. കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടണമെങ്കിൽ ബട്ടറിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഞാൻ ബട്ടറാണ് ആഡ് ചെയ്തെടുത്തത്. അതിൽ ബ്രിഞ്ചർ ഓരോന്നായി ഫ്രൈ ചെയ്തെടുത്തു. നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ പേഴ്സണലി ഇഷ്ടമായി. നമ്മൾ തിരിച്ചും മറിച്ചും പെട്ടെന്ന് ഫിഷിന് ചിക്കനെന്ന് പറഞ്ഞാൽ അധികം നേരം വേവിക്കട്ടെ, ഇതിലൊരു 1-2 മിനിറ്റത്തെ വെക്കേണ്ട ആവശ്യം വന്നുള്ളൂ. പെട്ടെന്ന് ബ്രിഡ്ജിൽ വെന്ത് കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പൊതുവേ എനിക്കിത് ഈ സാധനം ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ ഇത് ഫ്രൈ ചെയ്തൊക്കെ വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയാക്കും. നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്കതിലേക്ക് തൈര് ആവശ്യത്തിനുള്ള തൈര് സെറ്റാക്കി പുളിപ്പ് കുറവില്ല തൈരാണ്. തൈര് ഒരു കപ്പ് 2 കപ്പോളം യൂസ് ചെയ്ത് അതിലേക്ക് ഉപ്പിട്ട് സെറ്റാക്കി. ഇനി നമുക്ക് ഇത് കടുക് പൊട്ടിച്ചെടുക്കാം. തൈര് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചു. ഇനി കടുക് പൊട്ടിച്ചെടുക്കാം. അത് പാൻ എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുക്, വേപ്പില ഒക്കെ ഇട്ട് സെറ്റാക്കി. ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഒഴിവാക്കിയിട്ട് ഞാൻ വേറെ കടുക് വറുത്തിട്ടോ. എന്താ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി, കരിഞ്ഞു പോയി. ഹൈ ഫ്ലെയിമിൽ അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്തത് വേറെ താളിച്ച് ഒഴിച്ചതിൻ്റെ ഇടയിൽ ഞാൻ വെളുത്തുള്ളി മൂപ്പിക്കാൻ മറന്നു പോയി. അങ്ങനെ ചെറിയ മറവിൻ്റെ പ്രശ്നമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ വീണ്ടും എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി മൂപ്പിച്ചെടുത്തു. വെളുത്തുള്ളി ഗോൾഡൻ ബ്രൗൺ കളറായപ്പോൾ ഞാനത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളർ ആവട്ടെ വിചാരിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ വൈതലങ്ങ ഫ്രൈ ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതൊരു സ്പെഷ്യൽ ഡിഷാണ്, നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, നമ്മളവിടെ ഒന്നും ഇല്ലതല്ല. ഇത് നമുക്കിനി ചീരൻ്റെ ഇല യൂസ് ചെയ്തും ഇതുകൊണ്ട് ഉണ്ടാക്കാം. അത് ഇനിയൊരു വ്ളോഗാക്കിയിട്ട് ഞാൻ വേറൊരു വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഡിഷ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.